വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് ഓട്ടോറിക്ഷ വിജയകരമായി പരീക്ഷിച്ചു. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് കോഴ്സിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ രൂപകൽപ്പന ചെയ്തത്. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഓട്ടോറിക്ഷയിൽ പെട്രോൾ മാത്രമല്ല വൈദ്യുതിയും ഇന്ധനമാക്കാം. ഒരേ സമയം വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിക്കുമെന്നതാണ് ഒരു പ്രത്യേകത. ബാറ്ററിയുടെ ചാർജ് തീർന്നാൽ പെട്രോളിൽ മാത്രമായും ഓടും. വൈദ്യുതിയിലാണെങ്കിൽ 80 കിലോമീറ്റർ വരെ ഓടും. 40 കിലോമീറ്ററാണ് പരമാവധി വേഗത. അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കോഴ്സിന്റെ ഭാഗമായാണ് ഈ ഹൈബ്രിഡ് ഓട്ടോറിക്ഷ നിർമ്മിച്ചത്. പെട്രോളിൽ ഓടുന്ന ഓട്ടോറിക്ഷയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഹൈബ്രിഡ് ഓട്ടോറിക്ഷ ആക്കിയത്. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതലും മലയാളികൾ കുറേ പേര് നമ്മൾ ഓട്ടോ ഡ്രൈവേഴ്സ് ആയിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവേഴ്സ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഒന്നെങ്കിൽ പ്യുവർലി പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ അവർക്കത് പെട്രോൾ അടിച്ച് ഓടിക്കുമ്പോൾ ഒരു മുതലാകാതെ വരിക, അല്ലെങ്കിൽ പ്യുവർ ബാറ്ററി ഓടിക്കുമ്പോൾ അതിൽ അവർക്ക് മൈലേജ് കൊണ്ടൊക്കാതെ വരിക, അത് ഒരു ഉദ്ദേശിക്കുന്ന റേഞ്ച് കിട്ടാതെ വരിക. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മൾ അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ അവർക്കൊരു പരിഹാരം എന്ന നിലയിൽ ഹൈബ്രിഡ് ഓട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നെങ്കിൽ അറ്റ് എ ടൈം പെട്രോളിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലോ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഒരു 50 കിലോമീറ്റർ റേഞ്ചിൽ കിട്ടുന്ന വണ്ടിക്ക് അതൊരു 80 മുതൽ ഒരു 90 കിലോമീറ്റർ വരെ അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് കയറ്റം നിരപ്പ് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി കൺവീനിയൻറ്റ് ഓടിക്കാൻ സാധിക്കും ഒരു ഡിസൈനിലൂടെ. അതുൽ പി മാണിക്യം, നിബിൻ ബിനോയ്, ജോയൽ ജോസ്, ഗൗതം മോഹൻ, അനന്തു അജികുമാർ, അലൻ ബെന്നി, മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് ഷാൽബിൻ എന്നിവരാണ് ഹൈബ്രിഡ് ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഡോക്ടർ അരുൺ എൽദോ ഏലിയാസ് മേൽനോട്ടം വഹിച്ചു. മാനേജ്മെന്റിന്റെ സാമ്പത്തിക സഹായവും ലഭിച്ചു. ഹൈബ്രിഡ് ഓട്ടോറിക്ഷയുടെ ഫ്ളാഗ് ഓഫ് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് നിർവഹിച്ചു. കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി, ട്രഷറർ ബിനു കെ വർഗീസ്, ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രൊഫസർ ജോണി ജോസഫ്, ഡോക്ടർ അരുൺ ഏലിയാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.